സാഹിത്യത്തിൽ ഫീച്ചർ ചെയ്തപ്പെട്ട നാടുകൾ വെറും നാടുകളല്ല, വെറും ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് അല്ല. ഒരു റൈറ്റർ യഥാർത്ഥത്തിൽ ചെയ്യണത് ആ സ്ഥലത്തിനെ കുറിച്ച്, അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ കൾച്ചർ, ആ സ്ഥലത്തിൻ്റെ ഒരു ഹൃദയത്തുടിപ്പ്, അതിൻ്റെ ഇവോൾവിങ് ഹിസ്റ്ററീസ്, ഇതിൻ്റെയൊക്കെ ഒരു എസൻസ് ക്യാപ്ചർ ചെയ്തിട്ട് എന്താ പറയുക, ഒരു ലിറ്റററി ആയിട്ടുള്ളൊരു ടേപ്പസ്ട്രി നെയ്തെടുക്കുകയാണ് അവർ ശരിക്കും ചെയ്യണത്. ആദ്യം തന്നെ ഒരു കാര്യം മൂന്ന് പേരുടെയും അറിയേണ്ട ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഒരു റൈറ്റർ ഒരു സ്ഥലത്തിനെ കുറിച്ച് എഴുതി വരുമ്പോൾ there is a bond, there is that relation that is created between the writer and the place. എനിക്കറിയാം, ഞാൻ കഷ്ടപ്പെട്ടൊരു പുസ്തകം എഴുതിയതാണ്. അപ്പോൾ അത് പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു പുതിയ ഏർനാടങ്ങളുണ്ടായി. അതുപോലെ ആ ഒരു ബോണ്ട് എഴുതുന്നതിൻ്റെ പ്രോസസ്സിൽ തന്നെ അത് ബിൽഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവരെഴുതിയ പുസ്തകങ്ങളിലൂടെ അവർ ഫീച്ചർ ചെയ്ത സ്ഥലങ്ങളുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പിനെ, അവരുടെ ആ ബോണ്ടിനെ ആണ് എനിക്ക് ആദ്യമായിട്ടൊന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളത്. ഗിരിജ മാം ജനിച്ചതും വളർന്നൊക്കെ ഷൊർണൂരാണെന്ന് എന്നോട് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആത്മബന്ധം മാമിന് ആ സ്ഥലത്തിനോട് ഉണ്ടെന്ന് എനിക്ക് അന്ന് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ മാമിൻ്റെ ചെറുവണ്ണൂർ ടു ഷൊർണൂർ ഒരു ദേശവഴിയുടെ കഥ എന്ന ആ പുസ്തകം എഴുതിയപ്പോൾ മാമിന് ഷൊർണൂരുമായിട്ടുണ്ടായ ആത്മബന്ധവും അത് ആ പുസ്തകത്തിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു എന്നൊന്ന് പറയാമോ? ഈ സെഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം ആദ്യം പറയട്ടെ. NS മാധവൻ സാറിൻ്റെ വളരെയധികം എന്നെ ആനന്ദിപ്പിച്ചിട്ടുള്ള പുസ്തകമാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ. അത് ഞാൻ വിചാരിക്കും ഷൊർണൂരിലേക്ക് വരാട്ടോ ഇത് പറയേണ്ടത്. സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, MK ദാസ് സാറിനെ. അതിനുള്ളൊരു അവസരം കിട്ടിയതിലും വളരെ സന്തോഷം. നമ്മൾ എന്തൊക്കെ ചരിത്രങ്ങൾ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ചെറിയ കാര്യങ്ങൾ തൊട്ട്, ഉദാഹരണത്തിന് ഗന്ധങ്ങളുടെ, സ്വാദുകളുടെ, കേൾവികളുടെ, നമ്മുടെ സ്പർശങ്ങളുടെ ഒക്കെ ചരിത്രമുണ്ട്. ഈ ലണ്ടൻ ബത്തേരിയിലെ മാർക്കോസ് കുറേ കാലം കഴിഞ്ഞിട്ട് മാർക്കോസ് ആശാരി ഇറങ്ങി വരുന്നുണ്ടല്ലോ. അപ്പോൾ അയാൾ ആദ്യം തന്നെ ദ്വീപിലിറക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത് ഏത് സ്ഥലമാണ്, ഇതിൻ്റെ മണം എന്താണ് ഇങ്ങനെ, ഇതിന് ചളിയുടെ മണമില്ല, വെള്ളത്തിൻ്റെ മണമില്ല, മീനിൻ്റെ മണമില്ല, ഇരുമ്പിൻ്റെ മണമാണല്ലോ, എന്താ ഇങ്ങനെ, അയ്യോ ഇരുമ്പിൻ്റെ സ്പർശമാണ്, എൻ്റെ നാടൊക്കെ പോയോ, ഞാൻ തിരിച്ചെന്നെ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഇന്ദ്രിയാനുഭവങ്ങളുടെ കൂടി ചരിത്രമാണ്. ഷൊർണൂരിലേക്ക് വരികയാണെങ്കിൽ ഞാൻ കവിതകൾ എഴുതിയിട്ടുണ്ടെന്നല്ല, അതൊരു ചരിത്ര പുസ്തകം ആദ്യമായിട്ടാണ് ഇപ്പോൾ എഴുതുന്നത്. അപ്പോൾ എല്ലാ സ്ത്രീകളുടെയും ഒരു പ്രശ്നമാണ്, നമ്മൾ ജനിച്ച വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പോൾ അത് സ്ത്രീകളുടെ മാത്രമല്ല, പൊതുവെ പുതിയ തലമുറയുടെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് നമ്മൾ പറിച്ച് നട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ കുറേയും കൂടി നഷ്ടം നമ്മളെ കുറേയും കൂടി അതിനായിട്ട് അടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതൊരു പ്രത്യേക ഇതാണ്. ഒരു പക്ഷേ നമ്മൾ അവിടെ താമസിക്കുന്നവർക്ക് ആ നാടിൻ്റെ പച്ചപ്പോ, നാടിൻ്റെ വഴികളോ, നാടിൻ്റെ ഗന്ധമോ, നാട്ടിലെ കലാപ്രവർത്തനങ്ങളോ ഒന്നും പ്രധാനമായിട്ട് തോന്നില്ല. കാരണം അവരതിലാണല്ലോ ജീവിക്കുന്നത്. നമ്മളാണെങ്കിൽ പുറത്തേക്ക് വന്നു, നമുക്ക് പുറത്തേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഇത്. പിന്നെ ഞാൻ ആണെങ്കിൽ ഇങ്ങനെ ആൾക്കാരായിട്ട് അധികം ബന്ധമില്ല. സാധാരണ നമുക്കൊരു നാടുമായിട്ടുള്ള ബന്ധം വായനശാലകളോ, കള്ളുഷാപ്പുകളോ, ചായപ്പീടികകളോ, അങ്ങനെ മുക്കുകളൊക്കെയാണല്ലോ. അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോണു വരുന്നു, കോളേജിൽ പോണു വരുന്നു എന്നല്ലാതെ നാടുമായിട്ട് ബന്ധപ്പെടാൻ അതൊരു മനസ്സിലെ കഥകളിലും ഒക്കെയാണ്. കുട്ടിക്കാലത്ത് ധാരാളം, അന്ന് പണ്ടുള്ള ആൾക്കാരിങ്ങനെ വൈകുന്നേരമൊക്കെ ധാരാളം കഥകൾ പറയുമല്ലോ. പ്രത്യേകിച്ച് നമ്പൂരിമാർക്ക് കഥകൾ പറഞ്ഞാൽ തീരലില്ല. അപ്പോൾ അത് ഞാൻ കേട്ടിരുന്ന കഥകൾ ഒന്നുകിൽ വെങ്കടേശ്വര ഭാഗവതരെ പറ്റി, പട്ടിക്കാന്തൊടിയെ പറ്റി, അവിടെയുള്ള കഥകളികളെ പറ്റി, മുണ്ടായ ഭാഗത്ത് അങ്ങനെ ഭയങ്കര തമാശകളൊക്കെ ഒരുപാട്, എന്നാൽ കലയെ പറ്റിയുള്ള. അപ്പോൾ അതൊക്കെ നമ്മളുടെ മനസ്സിലുണ്ട്. ആ കഥകൾ ഞാൻ കുറച്ചൊക്കെ ഇതിൽ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം പുതുക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ, ആ നാട് പോവാതിരിക്കാൻ വേണ്ടിയായിരിക്കും. അതെ.
ഞങ്ങളുടെ ഈ കല്യാണത്തിനൊക്കെ ഒരു ഇതുണ്ട്. ഞാൻ രജിസ്റ്റർ ചെയ്താണ്, സമ്പ്രദായം പറയുകയാണ്. ഒരു എന്താ പറയുക, അതിന് പറയുക, ഒരു സഞ്ചി കൊടുക്കില്ലേ, അതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അതിൽ കുറേ 4 അറയുള്ള ഒരു തോർത്ത് കെട്ടിയിട്ട് അതിൽ കുറച്ച് സാധനങ്ങൾ ഇടുകയാണ്. അതിലൊരു ഭാഗത്തിൽ വിത്താണ് ഇടുന്നത്. അവിടുത്തെ വിത്തുകൾ, പൂച്ചെടിയുടെ വിത്തുകൾ, അങ്ങനത്തെ ഉള്ള കണ്ണാടി പൈക്കൂറ, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. പൈ എന്ന് പറഞ്ഞാൽ തമിഴിൽ സഞ്ചിയാണല്ലോ, കണ്ണാടി പൈക്കൂറ എന്ന് അതിന് പറയുന്നത്. അതിൻ്റെ ഒരു സഞ്ചി, ഒരു പോക്കറ്റിൽ ഇതാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടുത്തെ വെജിറ്റേഷൻസും കൂടി നട്ടുപിടിപ്പിച്ച് നമ്മൾ ആ ഒരു പ്രദേശത്തെ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ ഒരു സിമ്പലായിട്ടാണ്. അപ്പോൾ അതെന്നെ എപ്പോഴും അതിനെ ആകർഷിച്ചിട്ടുണ്ട്. അന്ന് കാലത്ത് എന്തൊരു ഏകാന്തതയായിരുന്നു, സ്ത്രീകൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. കഥകളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ദാസറിൻ്റെ ഫെയിംസ് ആൻഡ് ഫേബിൾസ് ഒക്കെ. സാറും ഇതുപോലെ എന്തെങ്കിലും ഒരു ബോണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു അടുപ്പത്തിൻ്റെ പേരിലാണ് തുടങ്ങിയത്? എഴുതി തുടങ്ങിയപ്പോൾ ബോണ്ട് വളർന്നോ? എനിക്ക് പറഞ്ഞ, ഞാൻ ഗിരിജ പറഞ്ഞ എഴുതി, ഞാനൊരു കൊച്ചിക്കാരനാണ്, കൊച്ചിയിലാണ് ജനിച്ചത് വളർന്നതൊക്കെ. പക്ഷേ കൊച്ചിയിലെ തന്മയത്വം, അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത ഒന്നും അന്ന് എൻ്റെ മനസ്സിലധികം പതിച്ചിട്ടുണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്ത് പോയിട്ട് ഒരു 10-30 കൊല്ലം ഞാൻ വടക്കേ ഇന്ത്യയിലും പല ഭാഗത്തുള്ള സമയത്താണ് ബോംബെയിലും ഡൽഹിയിലും കാൽക്കട്ടയിലും മദ്രാസിലൊക്കെ പോയി അവിടുത്തെ ജീവിത രീതിയും അവിടുത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ കൊച്ചിയിൽ നമ്മൾ എന്താ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ വന്നത്. അത് പ്രത്യേകം ഈ കൊച്ചിയെ പറ്റി എഴുതാനായിട്ടുള്ളൊരു കാരണം, ഇവിടെ വന്ന് ഈ എക്സ്പ്രസ്സിലാണ് ഞാൻ അവസാനം എൻ്റെ ലാസ്റ്റ് ലാബ് ഓഫ് മൈ പ്രൊഫഷൻ ഇവിടെ എഴുതുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ എഴുതിയൊരു ബുക്ക്, മുംബൈ എന്നാണ് എഴുതിയിരിക്കുന്നത്, മുംബൈ ഫേബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ് ഞാൻ വായിക്കാൻ പഠിച്ചത്. ആ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു താരതമ്യം പെടുത്താനായിട്ടുള്ളൊരു വകയുണ്ടെന്ന് എനിക്ക് തോന്നിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലും അതിന് പുറമെ ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ് പോർട്രസ്റ്റിന് വേണ്ടിയിട്ട് ദേ കമ്മീഷൻ മീ ടു ഡു എ കോഫി ടേബിൾ ബുക്ക് ഓൺ കൊച്ചി. അപ്പോൾ കൊച്ചിയുടെ അതേ സമയത്ത് പല വിദഗ്ധന്മാർ ഓരോ സബ്ജക്റ്റിനെ ആധികാരികമായിട്ട് എഴുതാൻ പറ്റുന്നവരെ കൊണ്ട് എഴുതിച്ചത്. സോഹനെ കൊണ്ട് ഫോർട്ട് കൊച്ചി, അക്ഷരെ കൊണ്ടിട്ട് ഗുജറാത്തികൾ, അങ്ങനെ പലതിനും. കുസീനെ പറ്റിയിട്ട് മാധവൻ എഴുതി, ബ്രിസ്റ്റോൻ്റെ കോൺട്രിബ്യൂഷനെ പറ്റി എൻ്റെ സുഹൃത്ത് ഉണ്ണി കൊണ്ട് എഴുതിച്ചു. ആർട്ട് ആൻഡ് കൾച്ചർ ഇത് ആ സമയത്തൊരു കൊച്ചിയെ പറ്റിയുള്ള ചരിത്രം അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അതിൻ്റെ കുറേ വിഷമങ്ങൾ കണ്ടത്. പല വിവരങ്ങളുമില്ല, പല ദിക്കിലേക്ക് പരന്ന് കിടക്കുകയായിരുന്നത്. എല്ലാം കൂടി ഒരു ദിക്കിൽ കിട്ടുന്നതായിട്ട് കണ്ടില്ല, എനിക്ക് തോന്നിയില്ല. എസ്പെഷ്യലി എറണാകുളത്തിനെ പറ്റി എഴുതാൻ കാലത്താണ് നമ്മൾ ഏറ്റവും അധികം തോന്നിയത്. ജസ്റ്റിസ് സുമാരനാണ് എഴുതിയത്. അദ്ദേഹവും എന്നോട് പറഞ്ഞു, ഇവിടുത്തെ മാറ്റർ കിട്ടാനായിട്ടുള്ള മാറ്ററുണ്ട്, ആക്സസ് ആണ് ഇല്ലാണ്ടിരുന്നത്. എനിവേ, അപ്പോൾ ഈ ബോംബെയും ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് താരതമ്യം നോക്കിയപ്പോഴാണ് ഇതിനൊരു സ്കോപ്പുണ്ട് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാനും മാധവനും ഞങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം ഒത്തിരി വരുന്നതാണ് എന്തുകൊണ്ട് എൻ്റെ ജന്മനാടായ നാടിനെ പറ്റി എഴുതി കൂടാന്നതിന് അങ്ങനെ തുടങ്ങിയപ്പോൾ പിന്നെ പല ആശയങ്ങളും പുറത്തു വന്നു കഴിഞ്ഞിട്ട് 2-3 കാര്യങ്ങളാണ് അത് മെയിനായിട്ട് ഞാൻ നോക്കിയത്. കൊച്ചിയെ കൊച്ചിയാക്കിയത് എന്തൊക്കെ. അപ്പോൾ ആ ഗെയിം ചേഞ്ചേഴ്സായിട്ട് നമ്മൾ കണ്ടത് ഒന്ന് പോർട്ടും ഒന്ന് റെയിൽവേയും, മൂന്നാമത്തത് അത്ര പ്രാധാന്യമില്ലെങ്കിലും ഇലക്ട്രിസിറ്റിയും. അതും ബോംബെ ആയിട്ട് താരതമ്യം പഠനം നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പല വിശേഷങ്ങളും കണ്ടു. അതിനെ തുടർന്നാണ് ഈ ബുക്കിൻ്റെ ഒരു ഉത്ഭവം എൻ്റെ ഉണ്ടായി. അതും സാർ ലണ്ടൻ ബത്തേരിയെ കുറിച്ച് എനിക്ക് കുറേ ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് സാറിൻ്റെ കരിയറിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും. ആ സ്ഥലങ്ങളിൽ ഏതൊക്കെയാണ് സാറിൻ്റെ വാസ്റ്റ് റൈറ്റിങ്സിൽ ഫീച്ചർ ചെയ്തിരിക്കുന്നത്? ആ സ്ഥലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് സാറിന് ഒരു ആത്മബന്ധം ഉണ്ടായിട്ടുണ്ടോ? ഇത് ദാസാർ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് തുല്യമാണ് ഞങ്ങളുടെ ജീവിതം. ഞാൻ കൊച്ചിക്കാരനായിരുന്നു, കൊച്ചിക്കാരനായി വളർന്നു. കൊച്ചി എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു രീതിയിലും. അത് കൊച്ചി എന്നിലേക്ക് ആദ്യകാലത്ത് കടന്നു വന്നിരുന്നില്ല. എൻ്റെ
10-60 കഥകൾ എഴുതിയിട്ടുണ്ട്. ഈ കഥകളിൽ 2 കഥകളിലേ കൊച്ചിയുള്ളൂ. അപ്പോൾ അത് പിന്നീട് അതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള 2 എഴുത്തുകാർ, ഒന്ന് ജെയിംസ് ജോയ്സ്, പിന്നൊന്ന് ബോർഹസ്. ഈ 2 എഴുത്തുകാരും എഴുതിയതെല്ലാം അവരുടെ നഗരങ്ങളെക്കുറിച്ചാണ്. ജോയ്സിൻ്റെ ഡബ്ലിനേഴ്സ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കഥ. മറ്റേ ബോർഹസിൻ്റെ കഥകൾ നോക്കുകയാണെങ്കിൽ അതിൽ ബ്യൂണസ് ഐറിസിൻ്റെ വളർച്ച കാണാൻ. ഇതാണ് ആദ്യമായിട്ട് ഈ നോവൽ എഴുതാതിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചിന്ത. ഇതിന് പുറമെ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള സ്ഥലം ചെന്നൈയാണ്. കാരണം ചെന്നൈയാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു മെട്രോപോളിസ്. അന്ന് കൊച്ചി ഉണ്ടായിരുന്നില്ല, എറണാകുളമായിരുന്നു, ചെറിയൊരു മുനിസിപ്പാലിറ്റി ആയിരുന്നു. എറണാകുളത്തേക്കാൾ വളരെ വലുതായിരുന്നു അന്ന് തൃശ്ശൂർ. അപ്പോൾ ഈ ചെന്നൈ നഗരജീവിതം, അർബനൈസേഷൻ, ഇതെല്ലാം എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ചെന്നൈയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കഥകളുണ്ട്. ഈ കൊച്ചിയെ പോലെ തന്നെ ഞാൻ എഴുതാത്ത ഒരു സ്ഥലം ബീഹാറാണ്. വളരെയധികം കാലം 10-20 കൊല്ലം ബീഹാറിൽ നാട്ടിൻപുറത്തും നഗരത്തിലും തലസ്ഥാനത്തിലുമായിട്ട് ജീവിതം വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കാനുള്ള അവസരം ലഭിച്ചിട്ടും ബീഹാറിനെ കുറിച്ച് കഥകൾ എഴുതാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സാധിച്ചില്ല. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബീഹാർ വളരെ അഗാധമായിട്ട് അറിയേണ്ട ഒരു സ്ഥലമാണ്. ഇപ്പം നമുക്ക് 20 വർഷത്തെ ഇത് പരിചയം എനിക്കുണ്ടെങ്കിലും ആ സ്ഥലത്തിലെ പല കാര്യങ്ങളും എനിക്ക് അജ്ഞാതമാണ്. പല കോഡുകൾ, പല ഭക്ഷണങ്ങൾ, പല സംബോധനകൾ. ഇപ്പോൾ ഭോജ്പുരി ഭാഷയിൽ തന്നെ 8-9 തരത്തിലുള്ള സംബോധനയുണ്ട്. ഈ സംബോധനയിൽ നിന്നാണ് നമുക്ക് സമൂഹത്തിലുള്ള സ്ഥാനം നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്. ഇത്രയും സങ്കീർണമായ ഒരു സൊസൈറ്റിയെക്കുറിച്ച് എന്തെഴുതിയാലും ഉപരിപ്ലവമാവുകയുള്ളൂ എന്നുള്ള ഒരു മുന്നറിവിൻ്റെ പേരിലാണ് ബീഹാറിനെ കുറിച്ച് എഴുതാതിരുന്നത്. പിന്നെ പല സ്ഥലങ്ങളെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്, ബോംബെയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ അവസാനം കൊച്ചിയിലേക്ക് തിരിച്ചു വരാൻ കാരണം നോവലിൽ ഈ ഒന്ന് വലിയ എഴുത്തുകാരെല്ലാം അവരുടെ നഗരങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് കൊച്ചിയുടെ ആളുകൾ. കാരണം കേരളത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ 1-2 സാമൂഹിക വിപ്ലവങ്ങളെ നടന്നിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ സാമൂഹിക വിപ്ലവം നടന്നത് കൊച്ചിയിലാണ്. കൊച്ചി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അന്നത്തെ എറണാകുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വടുതല തൊട്ട് തേവര വരെ കംപ്ലീറ്റ് മുക്കുവ കുടിലുകളായിരുന്നു. അവരുടെ ജീവിതം വളരെയധികം മോശം എന്നല്ല പറഞ്ഞു, വളരെ ദുഃഖകരമായിരുന്നു. അവർക്ക് 3 അടി പൊക്കത്തിൽ കൂടുതലുള്ള വീട്ടിൽ താമസിക്കാൻ പറ്റിയിരുന്നില്ല. അത്രയധികം അയിത്തവും മറ്റും ഉണ്ടായിരുന്നു. ഈ മുക്കുവ കമ്മ്യൂണിറ്റി മട്ടാഞ്ചേരിയിലും ഉണ്ടായിരുന്നു, ഫോർട്ട് കൊച്ചിയിലും ഉണ്ടായിരുന്നു, വൈപ്പിലും ഉണ്ടായി. കൊച്ചിയെ ചുറ്റപ്പെടുന്ന എല്ലായിടത്തും മീൻ പിടിക്കാൻ സൗകര്യമുള്ളിടത്ത് ഉണ്ടായിരുന്ന ഈ കമ്മ്യൂണിറ്റി 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും പ്രത്യേകിച്ച് കൊച്ചി രാജാവിൻ്റെ മൗനാവന അനുവാദത്തോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിർക്കാൻ പറ്റാത്തത് കൊണ്ടോ നടന്ന മതപരിവർത്തനമാണ്. ഈ മതപരിവർത്തനത്തിലൂടെ ഇന്ന് ഏതാണ്ട് 60 ലക്ഷം ആളുകൾ വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിൽ നിന്ന് ഇന്നത്തെ ജീവിതം അവർ കണ്ടെത്തി. അവരുടെ 5ാമത്തെ തലമുറയാണ്, അവരിൽ അരിസ്റ്റോക്രസി ഉണ്ടായി. അപ്പം ഇത് വളരെയധികം ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് എൻ്റെ നോവലിൽ കൂടുതൽ പറയാൻ ശ്രമിച്ചത്. ഈ ഒരു ജനകീയമായ മാറ്റം അത് മലബാറിലും നടന്നിട്ടുണ്ട്. വ്യാപാരത്തിൽ കൂടി വന്ന മുസ്ലിങ്ങളുടെ സാഹോദര്യവും മറ്റും അവിടുത്തെ
ഈ അടിമത്തം അനുഭവിക്കുന്ന താഴ്ന്ന ജാതിക്കാരെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിൽ നടന്ന ഒരു സൈലൻറ്റ് റെവല്യൂഷനാണ്. ഇതാണ് ഒരു പ്രദേശം എന്നതിനേക്കാൾ കൂടുതലായിട്ട് അവിടുത്തെ ആളുകളെ നോക്കാനാണ് ഞാൻ ശ്രമിച്ചത്. താങ്ക് യു. സർ, ഒരു കാര്യം കൂടി ചോദിച്ചാൽ ലണ്ടൻ ബത്തേരിയെ കുറിച്ച് ഒന്ന് തോന്നാം. ആ ഫിക്ഷസ് ഐലൻഡിൻ്റെ ക്രിയേഷനിൽ സർ എങ്ങനെയാണ് ഫാക്റ്റും ഫിക്ഷനും കൂടെ ബ്ലെൻഡ് ചെയ്തത്? അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദാസാറിനറിയാം ഫാക്റ്റ് എഴുതാൻ വലിയ ബുദ്ധിമുട്ടാണ്. വളരെയധികം ദാസാർ എത്ര അധികം ബുദ്ധിമുട്ടിന്ന് അതെ ഗ്യാപ്പ് ഫില്ല് എന്നുള്ള. പിന്നെ അതാണ് അതിന് കാരണം, പ്രധാനപ്പെട്ട കാരണം അതാണ്. ഹിസ്റ്ററി എഴുതാൻ, പിന്നെ ഹിസ്റ്ററി എഴുതാനുള്ള ഒരു 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 വിദ്യാഭ്യാസം എനിക്കില്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതല്ല. അപ്പോൾ ഇതെല്ലാം വളരെയധികം. ഇപ്പോൾ ഇവിടെ മനു വരുന്നുണ്ട്, മനു എസ് പിള്ള ഇവിടെ കിങ്സ് കോളേജിലൊക്കെ പഠിച്ച ആളാണ്. അപ്പോൾ അതാണ് കാരണം ഈ സൈറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ ഫിക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് തെറ്റ് എഴുതിയാലും അതിന് എക്സ്ക്യൂസ് ഉണ്ട്, അതാണ് കാരണം. അതിൽ ഒരു ചെറിയ മാധവൻ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നില്ല. മാധവൻ്റെ മിക്ക നോവലും എഴുത്തുകളിലും ഒരു ചരിത്രമുണ്ട്, എല്ലാത്തിലും സംശയമില്ലാണ്ടിരുന്നുണ്ട്. അത് കോൺഷ്യസ് ആയിട്ട് എഴുതിയതാണോ അല്ലെന്ന് എനിക്കറിയാൻ പറ്റില്ല, പക്ഷെ എല്ലാത്തിലും ചരിത്രമുണ്ട്. അപ്പോൾ നല്ല നല്ല സാഹിത്യകൃതികൾക്ക് എല്ലാം തന്നെ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആകുമ്പോൾ ഫാക്റ്റും ഉണ്ടാവും, പക്ഷെ അതാണ്. മാം, ഗിരിജ മാം, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മാമിൻ്റെ ബുക്കിൻ്റെ ചാപ്റ്റർ ഇത് വായിക്കുമ്പോൾ തന്നെ ഷൊർണൂരിൻ്റെ ഹിസ്റ്ററിയിൽ ആ റെയിൽവേസിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ആ ബുക്ക് വായിച്ചു തുടങ്ങുമ്പോൾ കണ്ടന്റ് ടേബിൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ബന്ധം എന്താണ്, ഐ മീൻ ആ റോൾ എന്താണ് റെയിൽവേസിൻ്റെ? ആ റെയിൽവേസിൻ്റെ റോള് മാമിൻ്റെ ബുക്കിൽ എങ്ങനെയാണ് മാം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്? പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു റെയിൽവേ ആയിട്ടുള്ള ബന്ധം കാണിക്കും. ചിറമണ്ണൂർ ടു ഷൊർണൂർ. മറ്റുള്ള എല്ലാ നാടുകളിലും ഇംഗ്ലീഷ് പേരുകൾ വന്നു. ഇപ്പോൾ തലശ്ശേരി, കണ്ണൂർ, തിരുവനന്തപുരം, തൃശ്ശൂർ. പക്ഷേ അവരുടെ മലയാളം പേരുകൾ നിലനിന്നു. ഷൊർണൂരിനെ സംബന്ധിച്ചിടത്തോളം ആ മലയാളം പേരേ ഇല്ലാതായി. അത് ഷൊർണൂർ എന്നുള്ളതിന് ഷകാരം വെച്ചിട്ടുള്ള വേറൊരു പേര് പോലും നമ്മളുടെ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് റെയിൽവേ ആയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. റെയിൽവേ വന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കത്തോലിക്ക മതം സ്വീകരിച്ച് മുക്കുവരുടെ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട് സാറ് പറഞ്ഞല്ലോ. ഇതിൽ ഈ നോവലിൽ എപ്പോഴും അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ വല്ല നാടുവാഴികളുടെയും കഞ്ഞി കുടിച്ച് കിടക്കേണ്ടവരാണ്, ഇപ്പോൾ സ്വന്തം ഒരു ഇതായെന്ന് അത് പറയുന്ന പോലെ ഏതോ നാടുവാഴികൾക്ക് നമുക്ക് സ്വത്തധികാരം ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങളുടെ ഷൊർണൂർ മലബാറിൻ്റെ ഭാഗമാണ്. ഭാരതപ്പുഴ ഇങ്ങോട്ട് കടന്ന് അതുവരെ കൊച്ചി, ഞങ്ങൾ പിന്നെ ബ്രിട്ടീഷ് മലബാറിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെയും ഉണ്ടായിരുന്ന എന്താ പറയുക, കവളപ്പാറ നായർ എന്ന് പറഞ്ഞ നാടുവാഴിയുടെ ആ തട്ടകമാണ് ഞങ്ങളുടെ സ്ഥലം. അവർക്ക് പിന്നെ കുറേ ഇല്ലങ്ങൾക്ക് ബ്രഹ്മസ്വം ശുഗപുരം ഗ്രാമത്തിൻ്റെ സഭയുടെയാണ് അവിടുത്തെ കുറേ ലാൻഡുകളൊക്കെ സഭ വക. അപ്പോൾ ഇപ്പൊന്നും ആൾക്കാർക്ക് അറിയ പോലില്ല സഭ വക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല. പിന്നെ വളരെ ഒരു 1-2 നായർ വീട്ടുകാരുടെ നമുക്കത് എടുത്താൽ അറിയാലോ. സെറ്റിൽമെൻറ്റ് രജിസ്റ്ററൊക്കെ നമ്മളുടെ 1903 ഒരു സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ ഞാൻ കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ ഇപ്പോൾ ഒരു സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ വരുന്നേക്കാൾ ഒരു 10-30 കൊല്ലത്തെ അധ്വാനമുണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടി. അതിലൊക്കെ ചിറമണ്ണൂർ എന്നാണ് പറയുന്നത്. അതിൽ തന്നെ റെയിൽവേ വന്നിരിക്കണു. റെയിൽവേ 1800 അവസാനം വന്നിരിക്കണമല്ലോ. കൃത്യം ഞാൻ ഇപ്പോൾ മറന്നുപോയി. അതിപ്പം നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഷൊർണൂരിൽ നിന്ന് തിരൂർക്ക്, അല്ലെങ്കിൽ ഷൊർണൂർ പട്ടാമ്പി അങ്ങനെയല്ല. തിരൂർ, ബേപ്പൂർ ആ ഭാഗത്താണ് ആദ്യം ലൈൻ വരണതും. അതൊക്കെ
ശരിക്കും വ്യാവസായികവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ വരുന്നതാണ്. അപ്പോൾ ഷൊർണൂരിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, ഏറ്റവും നാടുവാഴികളുടെ അല്ലെങ്കിൽ ഇല്ലങ്ങളിൽ ആശ്രിതരായി നിന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന നായന്മാർ ഫാമിലിക്കായാലും അതിൽ താഴെ ഞങ്ങൾ ഇപ്പോൾ പുലയ കമ്മ്യൂണിറ്റി എന്ന് ഇവിടെ പറയുന്നത് അവിടെ ചെറുമക്കൾ എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇഴവാസി എന്നുള്ളതിന് തണ്ടാന്മാരെന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ അവർക്കൊക്കെ ഇതേപോലെ ഒരു നാടുവാഴിയോ ചുറ്റിപ്പറ്റി നിന്നിട്ടുള്ള ജോലികൾ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ പഴയ ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ കാണാം. ഒരു ഗ്രാമത്തിൻ്റെ കിടപ്പ് തന്നെ അങ്ങനെയാണ്. ആദ്യം പറയും ഒരു വെളുത്തേടൻ വീട്, പിന്നെ തട്ടാൻ തൊടിക, അങ്ങനെ മൂശാരിപ്പറമ്പ്, അങ്ങനെ വിന്യസിച്ച് ഈ ഒരു അധികാരക്രമം പോലെ നമുക്ക് അതിലത്തെ ഈ ചാർട്ട് എടുത്ത് നോക്കിയാലും കാണും ഓരോന്നിനും പേരുള്ളത്. അപ്പോൾ അവരെല്ലാം ഒരു കട്ടയിട്ടാണ് ഇവർ കൊടുക്കുന്നതോ ഇവർ കൊടുക്കുന്ന പണികളോ ഇവർ പറയുന്ന കൃഷിപ്പണികളോ അങ്ങനത്തെ മൂശാരി ആശാരി അങ്ങനത്തെ അവരുടെ പണികളൊക്കെ ഇത് വേസ്റ്റാണ്. അതല്ലാതെ പൊതു ആയിട്ട് വേറൊരു പണി കിട്ടുന്നത് ഈ റെയിൽവേ വരുമ്പോഴാണ്. അപ്പോൾ ജാതിയിൽ നിന്നുള്ള ഒരു മോചനം കൂടിയായിരുന്നു റെയിൽവേ. അപ്പോൾ ജാതി വ്യവസ്ഥയും പരമ്പരാഗതമായ തൊഴിലുകളെ ആശ്രയിച്ചുള്ള വരുമാനവും എന്നുള്ള നില മാറുകയും ശമ്പളം കിട്ടാവുന്ന, അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ വല്ല നെല്ലോ മാസത്തിലോ അല്ലെങ്കിൽ കൊല്ലത്തിലോ ഒക്കെ ഇത്രയും ആണ് ആൾക്കാർക്കെല്ലാം കൊടുക്കുന്നത്. അതിന് പകരം മാസം ശമ്പളം കിട്ടാവുന്ന ഒരു കാര്യം ഉണ്ടാവുകയാണ്. അതിൽ തന്നെ ഇവർക്ക് പലരും പഠിക്കാൻ പോയതിൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ട്രോളി ഓടിച്ച് വരുന്നൊരു സായിപ്പുണ്ടായിരുന്നു. അയാൾക്ക് ഇളനീര് കൊണ്ടു കൊടുത്ത ഒരാൾ പറയുന്നുണ്ട്. ഇയാൾ വിളിക്കുകയാണ്, വരൂ നിങ്ങൾക്ക് പൈസ തരാം. അപ്പോൾ അയാൾ ആദ്യം ചെറിയ പണികൾ ചെയ്യും, പിന്നെ ഡ്രൈവറാവുക, അങ്ങനെയൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ജാതിയിലെ അസ്പൃശ്യത എന്നുള്ളത് സായിപ്പുമാർക്കില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ പുതിയൊരു ഷൊർണൂരുണ്ടായത്. അതാണ് റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്ന സ്ഥലം മുതുകുർശി എന്ന് പറഞ്ഞ ഒരു മനയായിരുന്നു, അതിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ ശ്രീലകം അങ്ങനെ പൊളിച്ചിട്ട് അതേപോലെ പൊളിച്ചിട്ട്, അന്ന് അത് വലിയൊരു കാര്യമാണല്ലോ. എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട്. അതിപ്പോൾ കൊച്ചു രാജാക്കന്മാരൊക്കെ ആയാലും റെയിൽ വരുമ്പോൾ പറയുന്നൊരു കാര്യം, പഗോഡാസിനെ നിങ്ങൾ ഒന്നും ചെയ്യരുത്, ആരുടെ ആരാധനാലയങ്ങളെ പ്രശ്നമാക്കരുത് എന്നുള്ളത്. അതേ കണക്കിൽ തന്നെ അവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ട് അങ്ങനെ ആ കഥ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു നമ്പൂതിരിയുടെ ഇല്ല അവിടുന്ന് പറിച്ച് ഇപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു അധികാരം വന്നു. അപ്പോൾ ജാതിയും സമുദായവും പാരമ്പര്യമായിട്ടുള്ള പണികൾ കഴിഞ്ഞ് അതാണ് അതിലേറ്റവും വലിയൊരു കാര്യം. അങ്ങനെ തരം തോട്ടികൾ തൊട്ടിട്ട് അതേവരെയുള്ള വലിയ ജോലികളൊന്നും തദ്ദേശീയർക്ക് കിട്ടിയിരുന്നില്ല. എന്നാലും കുറച്ച് ജോലികളൊക്കെ കിട്ടി. സാമ്പത്തിക സ്ഥിതി അതാണ് ഷൊർണൂരിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ആയിട്ട്. എങ്ങനെയാണ് സർ കൊച്ചിയുടെ ക്യാരക്ടറിനെ റെയിൽവേ ഡിഫൈൻ ചെയ്തത്? ഈ ഗിരിജ പറഞ്ഞ ഈ ഷൊർണൂരിനെ മാറ്റിയത് വാസ്തവത്തിൽ ആ റെയിൽവേ ഒരു പ്രോജക്റ്റ് കൊണ്ടാണ്. ജസ്റ്റ് ലൈക്ക് പോർട്ടും റെയിൽവേയും ഇവിടെ വന്നത് ഇവിടുത്തെ മാറ്റങ്ങൾക്ക് ഒരു തുടക്കം വെച്ചതൊക്കെയുണ്ട്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് തോന്നിയിരിക്കുന്നത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്, അത് ബോംബെയും കൊച്ചിയും മാത്രമേ ഇന്ത്യയിൽ ഇങ്ങനൊരു പോളിഗ്ലോട്ട് സൊസൈറ്റി ഹാർമോണിയസ് ആയിട്ട് യാതൊരു സ്പർദ്ധയില്ലാണ്ട് വളർന്നു വന്നൊരു പരിസ്ഥിതി ഉണ്ടായത് ഈ രണ്ട് സിറ്റികളാ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ റെയിൽവേ വന്നത് തന്നെ ഞങ്ങൾ പുസ്തകത്തിലും വളരെയധികം പ്രോബ്ലംസ് തരണം ചെയ്തിട്ടാണ് വരേണ്ടി വന്നത്. അത് ഏറ്റവും വലിയൊരു ഗുണം അവിടെ ചെയ്തത്, ഇറ്റ് ഈസ് ഓപ്പൺ ടു നോട്ട് ഓൺലി ടു ദ കൺട്രി ബട്ട് ടു ദ വേൾഡ്. ഈ റെയിൽവേ വന്നപ്പോൾ നമ്മുടെ ഋഷിരാജനും അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് അത് തുടങ്ങിയത്. അപ്പോൾ അന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ ഓപ്പോസിഷൻ വന്നത് തിരുവിതാംകൂറിൽ നിന്നാണ്. തിരുവിതാംകൂർ മാധവറാവും അന്ന് മഹാരാജാക്കന്മാരൊക്കെ ഇതിനെ വളരെ എതിർത്തു. മാധവറാവിന് എതിർക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അവർ തിരുവനന്തപുരത്ത് നിന്ന് തൂത്തിക്കുറിലേക്ക് ഒരു ലൈൻ എടുക്കുന്നുണ്ടായിരുന്നു, അതിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നത്. ജസ്റ്റ് ദ സെയിം വേ ദി ഓപ്പോസിറ്റ് പോർട്ട് ട്രസ്റ്റ് ഹിയർ ഓൾസോ. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു മറുപടി കൊടുത്തത് അന്നത്തെ ആസ്പിൻ വാളിൻ്റെ ചെയർമാനായിട്ടുള്ള ജെയിംസ് ആസ്പിൻ വാളാണ് അതിന് മറുപടി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ എഴുത്തിന്. അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാണിച്ചത് ഈ റെയിൽവേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ
കടൽ മാർഗം മാത്രമായിട്ട് ലോകത്തോട് ഉള്ള ഒരു സമീപനമുള്ള കൊച്ചി ഈ റെയിൽവേ വന്നാൽ വിത്തിൻ ദ കൺട്രി ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി രണ്ടും തുല്യമാകും എന്നുള്ളൊരു ഒരു വാദത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സമ്മതിപ്പിച്ചിട്ട് ഈ പ്രോജക്റ്റ് കിട്ടിയത്. അപ്പോൾ ഈ പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റെയിൽവേ വന്നു. അപ്പോൾ ആദ്യത്തെ ഗെയിം ചേഞ്ചർ റെയിൽവേ ആയിരുന്നു. സെക്കൻഡ് ഗെയിം മാത്രമാണ് പോർട്ട് വന്നത്. അപ്പോൾ ഈ പോർട്ട് റെയിൽവേ വന്നതിനൊപ്പം തന്നെ ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ഒരു തുടക്കം ആയിട്ട് ഞാൻ കാണുകയാണ് അവിടുത്തെ. അതിനുശേഷം അതിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ളവരുടെ പ്രവാഹം മൈഗ്രൻസ് വന്നതും ഒക്കെ കൂടിയിട്ടാണ് കൊച്ചി ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഏറ്റവും വലിയൊരു സോഷ്യൽ ഹാർമണി ഇക്കണോമിക് ഗ്രോത്തും ഒന്നിച്ചു പോയ ഒരു സംസ്ഥാനമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ മനസ്സിൽ ആദ്യം ഒരു ഇമേജ് അങ്ങോട്ട് പൊങ്ങി വന്നു. മാറ്റിൽഡയുടെ വൂമ്പിലുള്ള ഫീറ്റസ് ആയിട്ടുള്ള ജെസിക്ക, ചുറ്റും ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ബാക്ക് വാട്ടേഴ്സ് ആവുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊക്കോൺ ചെയ്യപ്പെട്ട ലണ്ടൻ ബത്തേരി എന്ന ഐലൻഡ്. അപ്പോൾ എന്താ സ്ഥലം, ജലം, മാതൃത്വം ഇതെല്ലാം കൂടിയുള്ളൊരു കോമ്പിനേഷനാണ്. പെട്ടെന്ന് അറിയില്ല, അത് വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അപ്പോൾ ഇതിനെ മറിച്ച് നോക്കിയപ്പോൾ ആക്ച്വലി അങ്ങനെ ഒരു ഇതുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് എന്തെങ്കിലും സാറിൻ്റെ മനസ്സിൽ ആ ബുക്ക് എഴുതുമ്പോൾ വന്നിട്ടുണ്ടോ? പിന്നെ ലണ്ടൻ ബത്തേരിയിലെ ആ ക്യാരക്ടേഴ്സിന്, അവിടുത്തെ ആൾക്കാർക്ക് ലണ്ടൻ ബത്തേരി ആയിട്ടുള്ള ബന്ധം സാർ ഒന്ന് പറയാമോ? കൊച്ചിയുടെ ഒരു പ്രധാന പ്രശ്നം വെള്ളമാണ്. കാരണം തിരുവനന്തപുരം പോലെയോ കോഴിക്കോട് പോലെയോ അല്ലെങ്കിൽ ഡൽഹി പോലെയോ കൊച്ചിക്ക് വികസിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാരണം 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ എവിടെ സഞ്ചരിച്ചാലും ഒരു പാലം പണിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ പാലങ്ങളുടെ അഭാവമായിരുന്നു ഇത് ലണ്ടൻ ബത്തേരി എഴുതിയ കാലത്ത് ജനങ്ങളുടെ, പ്രത്യേകിച്ച് ദ്വീപുകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഏറ്റവും വലിയ വികാരം, ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പരിപൂർണമായിട്ട് ഈ ബോട്ടുകളിൽ നിർഭരമായിരുന്നു. വളരെ കാര്യക്ഷമമായിട്ടും സമയനിഷ്ഠ പാലിച്ചുകൊണ്ടും ഇവിടെ ബോട്ടുകൾ ഓടിയിരുന്നു. ആ ബോട്ടുകൾക്കൊക്കെ പലതരം പേരുകളുമായിരുന്നു. കിങ് ഓഫ് കിങ്സ്, വിർജിൻ ക്വീൻ, ജലപുഷ്പമ, ഈ പലതരത്തിലുള്ള ബോട്ടുകൾ. ആ ബോട്ടുകൾ ആണ് ഇവിടുത്തെ ജീവിതത്തെ കുറേയൊക്കെ നിയന്ത്രിച്ചിരുന്നു. ഞാനൊക്കെ മഹാരാജ് പഠിക്കാൻ, സാറ് പഠിക്കുന്ന കാലത്തും ഒരു 9:15 മട്ടാഞ്ചേരിയിൽ നിന്ന് ബോട്ടിലാണ് ഒരു 100 വിദ്യാർത്ഥികൾ കോളേജിലേക്ക് വരുന്നത്. അത്രയധികം ബോട്ടുമായിട്ട്, ജലമായിട്ട് അത്ര അധികം, വെള്ളമായിട്ട് ഇത്ര അധികം ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങൾ കുറവാണ്. ഇന്നിപ്പോൾ പാലങ്ങൾ വന്നു, ആ ബന്ധം കാലക്രമേണ ശുഷ്കമായി, നമ്മുടെ ഇത് കനാലുകളില്ലാതെയായി. അപ്പോൾ ഈ ലണ്ടൻ ബത്തേരിയുടെ കാലത്ത് കൊച്ചിയുടെ ജലരാശിയായിരുന്നു. അപ്പം അതിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. ഗിരിജ മാം, ഷൊർണൂർ മലയാളം സിനിമയുടെ ഒരു ഫേവറേറ്റ് ലൊക്കേഷനാണ്. അതതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി കൊണ്ട് മാത്രമാണോ, വേറെ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് അവരെ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്? പിന്നെ മാമിൻ്റെ ഓർമ്മയിൽ ഏത് മലയാള സിനിമയിലാണ് ഷൊർണൂരിൻ്റെ ആ ഒരു അതിൻ്റെ ഹാർട്ട് കൂടുതൽ പോർട്രേ ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇതെനിക്കൊരു ഉത്തരം പറയാൻ പറ്റാത്തൊരു ചോദ്യമാണ്. എന്താ വെച്ചാൽ ഞാൻ സിനിമ കാണൽ കുട്ടിക്കാലത്തെ സിനിമ കാണില്ല. ഷൂട്ടിങ്ങിന് പോകുന്ന ചില കൂട്ടുകാരൊക്കെ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ. അത് അത്രയും എല്ലാം കംപ്ലീറ്റ് ആണോ എന്നറിയില്ല, പുസ്തകത്തിൽ അതിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ നമുക്കിപ്പോൾ തിരുനാവായൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് അപ്പോൾ പെട്ടെന്ന് തോന്നും ഷൊർണൂരാണോ എന്ന്. അത് ലൊക്കേഷൻ ചിലപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഞങ്ങളുടെ സർവകലാശാല കേരള കലാമണ്ഡലമായിരുന്നു. നടന്നു പോകണം. പരുത്തിപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഇവിടുന്ന് ഇപ്പോൾ കലാമണ്ഡലത്തിൽ കഥകളി, ആദ്യം ഡാൻസ്, പിന്നെ ഒരു ഓട്ടംതുള്ളൽ, അതൊക്കെ കഴിഞ്ഞ് കഥകളി, അങ്ങനെ രാത്രി മുഴുവൻ അത് മാത്രമാണ്. കലാമണ്ഡലത്തിലൊക്കെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന മലയാള സിനിമകളുണ്ടെന്നില്ലേ? അതെ, അത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് തൃശ്ശൂർ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ. കൊച്ചി രാജാവിന്
വിട്ടുകൊടുത്തു, എന്നിട്ട് വീണ്ടും സർക്കാരിന് കൊടുത്തു, വള്ളത്തോൾ നോക്കാൻ പറ്റാതെ പിന്നെ തിരിച്ചു മേടിച്ചു. അങ്ങനെ വലിയൊരു കഥയുണ്ട് അതിന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒന്നാമത്തെ സിനിമയ്ക്ക് പോകുമ്പോൾ പൈസ വേണമല്ലോ, അതൊരു വലിയ പ്രശ്നമാണ്, പൈസ ഉണ്ടാക്കുക എന്നുള്ള. അപ്പോൾ ഞങ്ങൾ കഥ, അപ്പോൾ എനിക്ക് ആ ഒരു ഏരിയ എൻ്റെ അത്രയും സ്ട്രോങ് അല്ല. അപ്പോൾ എനിക്കത് സിനിമയെ ബേസ് ചെയ്തിട്ട് പറയാനറിയില്ല. പിന്നെ ഞാൻ ഈ സിനിമ താമസിച്ച ഗസ്റ്റ് ഹൗസൊക്കെ ഇപ്പം ഇത് എഴുതാൻ വേണ്ടിയാണ് പോയി കണ്ട്. അന്ന് നമ്മളതൊന്നും കാണുന്നില്ലല്ലോ. അതിലൊരു പ്രത്യേക റൂമിലാണ് ലോഹിതദാസ് ഇരുന്ന് എഴുതിയത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഇമോഷണലായിട്ട് അതുമായിട്ട് അത്രയും ഒരു ഞാൻ കണക്റ്റഡ് അല്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല. അല്ല, എന്നാലും ഷൊർണൂരിൻ്റെ ആ നാച്ചുറൽ ബ്യൂട്ടിയും അതിൻ്റെ കൾച്ചറും അതിൻ്റെ ഏതൊക്കെ വശങ്ങളായിരിക്കും സിനിമക്കാരെ ആ ലൊക്കേഷനായിട്ട് സെലക്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത്? പറഞ്ഞ പോലെ ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമാണല്ലോ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ചരിത്രം എന്ന് ഉണ്ടാവുന്നത് പ്രസക്തമല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ പ്രസക്തമല്ലാത്ത കുറേ കാര്യങ്ങളാണിപ്പോൾ ഷൊർണൂരായാലും അവിടുത്തെ മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ, പൂക്കൾ. ഇപ്പം ഇവിടെയൊക്കെ ഈ ഓരോ ഇതൊന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ തൂക്കുന്ന ചെടികളെ പരുത്തിപ്പുറം ഏതൊരു കുഞ്ഞു വീട്ടിൽ പോയാലും കാണാം. സ്വന്തം ചെടികളൊന്നും അവിടെ ഇല്ല. ഇപ്പോൾ ചെടികളുടെ ചരിത്രം എഴുതാം, മരങ്ങളുടെ ചരിത്രം എഴുതാം, മുമ്പ് പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി എഴുതണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കള്ള് ഷാപ്പുകളുടെ ചരിത്രം, അല്ലെങ്കിൽ ആദ്യം എങ്ങനെയാണ് കൊക്കോ കോള വന്ന്, ഞാൻ കുറേ വീഡിയോക്കാരോടൊക്കെ ചോദിച്ചു, ആദ്യം കോളയോ അങ്ങനത്തെ ഒരു ഡ്രിങ്ക് വന്നത് ഓർമ്മ ഉണ്ടോ? നമ്മുടെ മോരൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പുതിയതൊക്കെ സ്വാംശീകരിക്കുക. അങ്ങനെ ഓരോ ചെറിയ സാധനങ്ങൾ എടുത്താലും അതിൽ കഥയും അല്ലെങ്കിൽ അതിന് നമ്മളുടെ ഒരു വെജിറ്റേഷൻസും അതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. എനിക്കൊക്കെ വെച്ചാൽ കുട്ടിക്കാലത്ത് പാട്ടുകളുണ്ടായിരുന്നു. ഈ ആ പാട്ടെന്ന് വെച്ചാൽ പഠിച്ചിട്ട് പാടുന്ന പാട്ടല്ല, മുത്തശ്ശിമാരൊക്കെ പാടുന്ന പാട്ടില്ലേ, അങ്ങനെ പല പല നാടുകളുടെ പാട്ടുകൾ. വിഷ്വലായിട്ടുള്ളതും ഓഡിയോ ആ ഇഫക്റ്റ് ആക്ച്വലി സിനിമ അവർക്ക് അട്രാക്റ്റ് ചെയ്യുമല്ലോ. ഇതൊക്കെ ഏറ്റവും പിന്നെ വന്നേരി നാട്ടിൽ വടക്കുംപുറത്ത്, വന്നേരി നാട്ടിൽ വടക്കുന്തലയ്ക്കൽ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു നാടുണ്ട്, വെള്ളപ്പൻ നാട്. വെള്ളപ്പൻ നാട്ടിൽ വെളുത്തേടത്തില്ലെത്തു വെള്ളാട്ടി പെറ്റൊരു വേഷപ്പെണ്ണ്, കണ്ടാലും നന്നവൾ കേട്ടാലും നന്നവൾ ഉണ്ടായ പിന്നെ കുളിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ അത് നല്ല രസമുള്ള പാട്ടാ. കൊച്ചി തടമാടി കൊയിലാണ്ടി വേരൂന്നി പട്ടാമ്പി മുറ്റത്ത് മുളച്ച് ചീരാന്നാണ്. ഇങ്ങനെ ജോഗ്രഫിക്കലായി കണക്ഷനൊന്നും ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള ഭയങ്കര വിചിത്രമായിട്ടുള്ളതും എന്നാൽ ഒരു തരത്തിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഇതുണ്ടല്ലോ, അതിന്നൊക്കെയാണ്. അപ്പോൾ ഈ വന്നേരി നാട് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കും. വെള്ളപ്പൻ നാട് ശരിക്കും ഉണ്ടായിരുന്നു എന്നിപ്പോൾ എസ് രാജേന്ദ്രൻ്റെ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. വള്ളുവനാട് നെടുങ്ങനാടൊക്കെ ബന്ധപ്പെട്ടത് വെള്ളപ്പൻ നാട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല പല നമ്മളറിയാത്ത മുളകളിൽ നിന്നാണ് ഈ അന്വേഷണങ്ങൾ വരുന്നത്. എനിക്ക് ഒരു ലാൻഡിൻ്റെ ജോഗ്രഫിക്കൽ ആസ്പെക്ട്സും അതൊക്കെ അതിൻ്റെയൊക്കെ ബിയോണ്ടായിട്ട് അവിടുത്തെ ആൾക്കാർ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് സാറ് പറയുമ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട് സാർ ഇങ്ങനെ പറയുന്നുണ്ട്, ലൂസായിട്ടാട്ടോ മുഴുവൻ സാറ് പറഞ്ഞതല്ല, അതുമായിട്ട് ഇതായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഹു ആർ സം ഓഫ് ദ മെൻ ആൻഡ് വിമൻ ബിഹൈൻഡ് ദി ഫാസിനേറ്റിംഗ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൊച്ചി. അത് സാർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ഫ്രം എ ഗ്രൂപ്പ് ഓഫ് മാഷി ഐലൻഡ്സ് ടു വാട്ട് ഇറ്റ് ഇസ് ടുഡേ. പിന്നെ ആ men and women, what were their dreams, nightmares and achievements? Our dreams, nightmares, our men and women de dreams, nightmares and achievements ആണ് ഒരു നാടിനെ പലപ്പോഴും ഷേപ്പ് ചെയ്യണമെന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, കൊച്ചിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചറാണ് എപ്പോഴും പുറത്തേക്ക് വരിക. അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ഫിഷിംഗ് വില്ലേജസ്, how they transform themselves into a city എന്നുള്ളതാണ് ഇതിൻ്റെ സത്യമായിട്ടുള്ള കഥ. അതിന് പിന്നിൽ ഇപ്പോൾ ശരിക്കും നമ്മൾ ചരിത്രം പ്രതീക്ഷിച്ചാൽ ഗെയിം ചേഞ്ചേഴ്സായിട്ട് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർട്ട് കൊച്ചി അങ്ങനെ പോർട്ടിൻ്റെ ഇതിന് 3 പേരാണ് റെസ്പോൺസിബിൾ. ഒന്ന് ലോർഡ് വെല്ലിംഗ്ടൺ, ലേഡി വെല്ലിംഗ്ടൺ ആൻഡ് ബ്രിസ്റ്റോ. ഇവർ 3 പേരും ഇല്ലായിരുന്നെങ്കിൽ ഫോർട്ട് വരുന്നുണ്ടാവില്ല. റെയിൽവേയുടെ അടുത്ത് വെച്ചാൽ രാജർഷിയും അന്നത്തെ 2-3 ദിവാൻമാരും, പിന്നെ ഹെൽപ്പ് ബൈ ദി കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സ്.
കൊച്ചിയുടെ ചരിത്രത്തിൽ ഞാൻ ആ പുസ്തകത്തിൽ പ്രത്യേകമായി എഴുതി കാണിച്ച് കൊച്ചിയുടെ ചരിത്രത്തിൽ രാജാക്കന്മാരും ദിവാന്മാരും ഒഴിച്ച് കഴിഞ്ഞാൽ അവരെയും കൂടിയും അതീതമായിട്ട് ഈ ട്രാൻസ്ഫോർമേഷന് ഏറ്റവും അധികം അതിന് മറ്റ് സഹായകരമായിട്ടത് ചേംബർ ഓഫ് കോമേഴ്സ് ആയിരുന്നു, കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സ്. ഈ കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സ് 1847 തുടങ്ങിക്കുന്നത്, 57 തുടങ്ങിക്കുന്നത്. അന്ന് തൊട്ട് ഒരു പ്രൊആക്റ്റീവായിട്ട് ഇന്നത്തെ സകല ട്രേഡ് അസോസിയേഷനും ഇൻഡസ്ട്രി അസോസിയേഷൻ തേറോൾ റിയാക്റ്റീവ്. ആദ്യം പ്രൊആക്റ്റീവായിട്ട് കൊച്ചി എന്ന നഗരത്തിനെ കൊച്ചി ആക്കിയതിൽ നല്ലൊരു പങ്ക്, ഒരു 3/4 പങ്ക് ഈ ചേംബർ ഓഫ് കോമേഴ്സിനായിരുന്നു. അതിലൊരു മുന്നിൽ മുമ്പിലുണ്ടായിരുന്നിട്ടുള്ള പ്രസിഡന്റുമാരും ഓഫീസ് ബേറേഴ്സ് ആയിരുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് എ എക്സ്ക്ലൂസീവ് യൂറോപ്യൻ ഇംഗ്ലീഷ് ക്ലബ്, ലേറ്റർ ട്രാൻസ്ഫോർം ചെയ്തിട്ട്. അപ്പോൾ കൊച്ചിയുടെ നിലനിൽപ്പിന് അവരുടെ ചരിത്രമാണ് ചരിത്രത്തിൽ. ആ ഇലക്ട്രിസിറ്റി ആയാലും പോർട്ടായാലും ട്രാൻസ്പോർട്ടായാലും മറ്റേ ബ്രിഡ്ജസും ഇൻഫ്രാസ്ട്രക്ചർ എല്ലാത്തിലും ഏറ്റവും അധികം പങ്കുവച്ചേക്കുന്നത് ഈ കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ എസ്പെഷ്യലി പീപ്പിൾ ലൈക്ക് ആസ്പിൻ ബോർഡും PRCSയുടെ ആൾക്കാരുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ക്ലസ്റ്റർ ഓഫ് പീപ്പിളാണ്. പിന്നെ ദിവാന്മാരും, ഞാൻ പറഞ്ഞ ആദ്യം 3-4 ദിവാന്മാരും 4-5 രാജാക്കന്മാരും, ഇവരാണ് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ പിന്നിലുള്ള വ്യക്തികളായിട്ട് തോന്നുന്നത്. സർ, ഒരു ചെറിയ ചോദ്യം കൂടി. സർ, കൊച്ചിയെക്കുറിച്ചല്ലാതെ പാലക്കാട് അഗ്രഹാരങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. കൊച്ചിയുടെ ഹിസ്റ്ററി ഏറെക്കുറെ റെക്കോർഡഡാണ്. അപ്പോൾ സാറിന് കുറേ ഡോക്യുമെൻറ്റഡ് സോഴ്സസ് ഉണ്ടായിരുന്നുണ്ടാവാം ഫോൾ ബാക്ക് ചെയ്യാൻ. ഈ അഗ്രഹാരമൊക്കെ, പാലക്കാടിലെ അഗ്രഹാരങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ, അതോ സാറിന് കൂടുതൽ ഓറൽ ഹിസ്റ്ററിയോ അങ്ങനെ എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നോ? അഗ്രഹാരങ്ങളെപ്പറ്റി എഴുതിയ സമയത്ത് റിസർച്ച് കൂടുതൽ വേണ്ടി വന്നു. ഞാനും എൻ്റെ സുഹൃത്ത് ഉണ്ണിയാണ് സ്കെച്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രണ്ടും കൂടിയിട്ട് വി വെൻറ്റ് ഓൾ ദ വേ ടു തഞ്ചാവൂരിൽ നിന്ന്. അതായത് ചരിത്രത്തിനെ നോക്കിക്കഴിഞ്ഞ സമയത്ത് ആദ്യത്തെ മൈഗ്രേഷൻ ഉണ്ടായിരിക്കുന്നത് മയിലാടുംതുര, ഇപ്പോൾ മയിലാടുംതുര മായപുരം അവിടെ ആയിരുന്നു. അപ്പോൾ അത് തേടിയിട്ടാണ് ഞങ്ങൾ ആദ്യം അങ്ങടേക്ക് പോയത്. വല്ല ആൾക്കാരെയും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അവിടെ പോയപ്പോൾ അവിടെ നിന്ന് വന്ന ചില കുടുംബക്കാരെ കണ്ടു, അല്ലാണ്ട് മെയിൻ ആൾക്കാരെ കാണാൻ പറ്റിയില്ല. പക്ഷേ അതിൽ ഏറ്റവും ഒരു ഉപകാരം ഉണ്ടായതെന്ന് വെച്ചാൽ അവിടുത്തെ സരസ്വതി ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ബുക്ക് കിട്ടി, ഈ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിനെ പറ്റിയിട്ട്. അന്നത്തെ ഇവാൻസ് മറ്റൊരാൾ എഴുതിയ, ICSR എഴുതിയതാണ്. ആ പുസ്തകം ഈ മൈഗ്രേഷൻ്റെ തുടക്കത്തിൻ്റെ കുറേ റെക്കോർഡഡായിരുന്നു. അതിൽ പ്രത്യേക ഒരു മെയിൻ കാരണം എന്തായിരുന്നു വെച്ചാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നിട്ടുള്ള ഫ്ലഡിങ്, നാച്ചുറൽ കലാമിറ്റീസ്, അവിടുന്ന് രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ ഒരു ചോദ്യം ഞങ്ങൾ മനസ്സിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുണ്ടായ സമയത്ത് എന്തുകൊണ്ട് അവർ കേരളം സെലക്ട് ചെയ്തു? ഈ തമിഴ് രാജ്യത്ത് നിന്ന് തഞ്ചാവൂരിൽ നിന്നും നമ്മളെ ഈ പാലക്കാട് സൈഡിലേക്ക് നിന്ന് മുഴുവൻ തഞ്ചാവൂർ കുംഭകോണം ആ ഭാഗത്തു നിന്നാണ്, തിരുവിതാംകൂർ സൈഡിലേക്ക് മുഴുവൻ വന്ന് മധുരൈ ആ വഴിക്കാണ് അവിടെ വന്നത്. ഈ കൊച്ചി സെലക്ട് ചെയ്തതിൻ്റെ കാര്യം 2 കാരണങ്ങളായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയതും അതിനെപ്പറ്റി എഴുതിയതും. ഒന്ന്, പോർച്ചുഗീസുകാരുടെയും ഭരണോട് കൂടിയിട്ട് വാണിജ്യപരമായിട്ട് കുറേ ഇവിടെ ഒരു പുരോഗതി ഉണ്ടായി. അപ്പോൾ തമിഴ്നാട്ടിലേക്കാളും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും ബ്രാഹ്മിൻസ് എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആയതായിരുന്നു. അവർക്കിവിടെ എഡ്യൂക്കേഷന് ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ഒരു സാധ്യതകൾ കേരളത്തിൽ കണ്ടെന്നും ഇവിടെ വന്നെന്നും അതൊരു കാരണം. രണ്ടാമത്, സെൻസ് ഓഫ് സെക്യൂരിറ്റി. മൂന്നാമതൊരു കാരണം വേണ്ടത്, ഈ പോർച്ചുഗീസുകാരും ഡച്ചുകാരും അറബികളും എല്ലാം വന്നിട്ടും യാതൊരു വിധത്തിലുള്ള സോഷ്യൽ ടെൻഷനില്ലാത്തൊരു ദിക്കായിട്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ തന്നെ അവർ വരുന്ന വഴി നോക്കുമ്പോൾ അറിയാം, അവർ തഞ്ചാവൂരിൽ നിന്നെല്ലാം വന്ന് സേലം വഴി കോയമ്പത്തൂർ വന്ന് മറ്റേ ഗ്യാപ്പ് കടന്ന് ഒരു ചില ആൾക്കാർ മറ്റേ ഗ്യാപ്പ് കൂടി പാലക്കാട് ഗ്യാപ്പ് വഴി വന്നു, ചിലവർ വേഗം പൊള്ളാച്ചി വഴി വന്നു. ഈ പൊള്ളാച്ചി വന്ന സമയത്ത് ഇതിന് മുമ്പ് തന്നെ കോയമ്പത്തൂരും മറ്റേ ട്രിച്ചയൊക്കെ ആ ഭാഗങ്ങൾ കുറേ കൂടി ബിസിനസ് വഴി പുരോഗതിയായിരുന്നു. അവിടെ ഒന്നും നിന്നില്ല. അവർ പൊള്ളാച്ചിയിൽ വന്നിട്ട് പൊള്ളാച്ചിയിൽ നിന്നാണ് തിരിച്ച് ഇവിടേക്ക് വന്നിട്ട് പാലക്കാട്ടാണ് വന്ന് എത്തിയത്. അപ്പോൾ അത് എന്തുകൊണ്ട് പാലക്കാട്ട് നിന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റി. അത് മിസ്റ്റേക്ക്. 2 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ കേരളം സെലക്ട് ചെയ്ത് ഈ 2-3 കാരണങ്ങളാണ് എല്ലാവരും പറയണത്. രണ്ടാമത്തെ ഒരു കാരണം, പാലക്കാട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന്
അവർ പല വഴിയിലായിട്ട് ബാക്കിയുള്ള ദിക്കിലേക്ക് ദിൻ ഗോ ടു ട്രാവൻകൂർ സൈഡ് ദേവർ എസെൻഷ്യലി ഇത്. പിന്നെ ടിപ്പു ഹൈദരാലി ടിപ്പുവിൻ്റെ ആക്രമണം വന്നോട് കൂടിയിട്ട് അവർ അവിടുന്ന് വിട്ടിട്ട് കുറേ കാലം തൃശ്ശൂർ വടക്കാഞ്ചേരി എറണാകുളം ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്, ഷൊർണൂർ ആ ഭാഗത്തേക്ക് ധാരാളം വന്നിട്ടുണ്ട്. If you were to write a new book on a totally different land, ഇതുവരെ എഴുതാത്ത, what would that place be? And would you write fiction or non-fiction? Sir, Madan sir. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാരണം സ്വതസിദ്ധമായ മടി കാരണം അത് ഫിക്ഷൻ ആയിരിക്കും. നോൺ ഫിക്ഷൻ റിക്വയർസ് എ ലോട്ട് ഓഫ് വർക്ക്. വേറെ ഏതെങ്കിലും കൊച്ചുപോലെ എന്നെ ആകർഷിച്ചിട്ടുള്ള സ്ഥലമുണ്ടെങ്കിൽ അത് തിരുവനന്തപുരമാണ്. കാരണം ഞാൻ പഠിച്ചതും ജോലി ചെയ്തതും എല്ലാം തിരുവനന്തപുരത്താണ്. വളരെയധികം ശരിക്കും പ്ലാൻ ചെയ്തിട്ടുള്ള മനോഹരമായൊരു പട്ടണമാണ്. അതിൻ്റെ ചരിത്രം ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കാരണം ഈ പാച്ചുമൂത്തതാണ് ആദ്യമായിട്ട് തിരുവിതാംകൂർ ചരിത്രം എഴുതിയത്. ഏറ്റവും അവസാനം എഴുതിയത് മനു എസ് പിള്ളയാണ്. ഇവരെല്ലാവരും രാജകൊട്ടാരത്തിൻ്റെ ജനലിൽ കൂടിയാണ് തിരുവനന്തപുരത്തെ കണ്ടത്. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ കഥ പറയേണ്ടിയിരിക്കുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഈ നല്ലൊരു മുസ്ലിം സമൂഹം അവിടെ ഉണ്ടായിരുന്നു, അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള, അങ്ങനെ പല പല കഥകളും ഉണ്ട്. ഇതിന് പകരം സി വി രാമൻപിള്ളയുടെ നോവലുകളാണ് കുറേയൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് തിരുവിതാംകൂർ ചരിത്രമായിട്ട്. പക്ഷെ തിരുവിതാംകൂർ ചരിത്രം അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം എപ്പോഴും രാജാക്കന്മാരുടെ ചരിത്രമായിരുന്നു. അപ്പം അതിലൊരു ഈ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഇതാണ് ചോദിച്ച സ്ഥിതിക്ക് പറയുകയാണ്. ഒന്ന് സൈഡ് ട്രാക്ക് ചെയ്തോട്ടെ സാർ ഒരു കാര്യം. ഈ നേരത്തെ സുഭാഷ് ചന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഇതുവരെ പോവാത്ത സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് ഫിക്ഷൻ എഴുതാൻ സാറിന് എങ്ങനെ പോസിബിളാണ്? ഇതുവരെ കണ്ടിട്ടുമില്ല, ഇതുവരെ അവിടെ പോയിട്ടുമില്ല, അങ്ങനെയുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്ത് ഫിക്ഷൻ എഴുതാൻ എങ്ങനെയാണ്, ഈസിയാണോ? അത് വലിയ പ്രയാസമില്ല. ഇതുവരെ നമ്മൾ ആരും പോകാത്തൊരു സ്ഥലമുണ്ട്, ശൂന്യാകാശം. ശൂന്യാകാശത്തെക്കുറിച്ച് എൻ്റെ ചെറുകഥയുണ്ട്, 4-ാം ലോകം എന്നുണ്ട്. അപ്പം അതിൽ ഒരൈഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തത് മറ്റേ കൽക്കട്ടയിൽ വലിയൊരു ബിർള പ്ലാനറ്റോറിയം എന്ന് പറഞ്ഞ് ശൂന്യാകാശം കാണിക്കുന്ന പ്ലാനറ്റോറിയം. കാരണം നമ്മൾ ഈ ജനലിൽ കൂടി നോക്കുമ്പോൾ എന്താ കാണുന്നതെന്നൊക്കെ പറയാനുള്ളൂ. ഈ പ്ലാനറ്റോറിയത്തിൽ ഒരു 4-5 തവണ പോയതല്ലാതെ ഇതല്ല. പിന്നെ ഇതെൻ്റെ കഥകളിൽ വെനീസൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, വെനീസ്, റോം, ഇവിടെയൊക്കെ ഞാൻ പോയി താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. പോകാത്തതായിട്ട് ഈ സ്ഥലം മാത്രമേ ഉള്ളൂ, ഈ ശൂന്യാകാശം. പഴയ സ്പെക്കുലേറ്റീവ് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാൻ ഗിരിജ മാം ഏത് സ്ഥലത്തിനെ കുറിച്ച് എഴുതും? ഫിക്ഷൻ എഴുതോ ഫാക്ട് എഴുതോ? ഞാൻ കവിത എഴുതുന്ന ആളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അറിയില്ല. കവിതയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കടന്നു വരാം. പക്ഷേ ഇപ്പം ഞാൻ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അത് AKTK വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ മംഗളോദയം പ്രസാധകനായിരുന്ന അദ്ദേഹത്തിനെ പറ്റി. അതൊരു ചരിത്രം കൂടിയാണല്ലോ, ജീവചരിത്രം. അത് എവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലം ഏതാ മെയിനായിട്ട്? അദ്ദേഹം ദേശമംഗലം അതെ അതെ. അല്ല അതല്ല മാം, വേറെ സ്ഥലം പറയൂ മാം. എഴുതുമായിരുന്നുവെങ്കിൽ ഏത് സ്ഥലത്തെ കുറിച്ച് എഴുതുമെങ്കിലോ? സ്പെക്കുലേറ്റീവ് ആണ്. എനിക്ക് പരപ്പനങ്ങാടിയെ പറ്റി എഴുതണമെന്നുണ്ട്. എൻ്റെ അമ്മയുടെ വീട് അവിടെയാണ്. അത് ഞാൻ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാറ്. ശരി. ദസറോ? സത്യം പറയാൻ അടുത്ത കാലത്ത് ഒരു ബുക്ക് എഴുതാൻ തോന്നിയില്ല എനിക്ക്. എന്താ വെച്ചാൽ ഭയങ്കര ക്ലേശകരമായിട്ടുള്ളൊരു ഒരു 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 പ്രക്രിയയാണ് ഇത്. ഞാൻ കൽപ്പാത്തി അഗ്രഹാരങ്ങളെ പറ്റി എഴുതാനായിട്ട് കഷ്ടിച്ചൊരു 4 കൊല്ലം 3-3.5 കൊല്ലം തെണ്ടി നടന്നിട്ടാണ് കുറേ കിട്ടിയത്. കൊച്ചിയെ പറ്റി എഴുതാനായിട്ട് എന്നെ ഒരു 3-3.5 കൊല്ലം എടുക്കേണ്ടി വന്നു. പിന്നെ വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എഴുതാൻ ശ്രമമില്ല. ഉണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കൊച്ചിയെ പറ്റി എഴുതിയതിന് ശേഷം പ്രദീപിനെ പിള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് ഇതിൽ വിട്ടുപോയ ചില ഭാഗങ്ങളുണ്ട്. ഈ നമ്മൾ കവർ ചെയ്യാത്ത കുറേ ഭാഗങ്ങളുണ്ട് കൊച്ചിയിലെ തന്നെ. അതായത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡിവിജ്വൽസ്, ഫാമിലീസ്, ഇതൊക്കെ. അപ്പോൾ പ്രദീപ് അതിൻ്റെ മുഖ്യമായിട്ടുള്ള വേല പ്രദീപ് ചെയ്യാം,
ഞാനൊരു സഹായിയായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തിൽ എഴുതാൻ ശ്രമം നടത്താൻ വിചാരിക്കുന്നത്രയേ ഉള്ളൂ.